ഹേ ഹലോ ഗൈസ്, അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മിസ്റ്റ് മെയ്റ്റ് മാഹ്യം എന്ന് പറഞ്ഞ മാൻവയുടെ ചാപ്റ്റർ 3ഉം 4ഉം ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ മുമ്പത്തെ എപ്പിസോഡിൽ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തന്നെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല. സോ ഈ പ്രാവശ്യം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ മോങ്സോഡ് മാനറിൽ ഇരിക്കുന്ന ചിയോണിയാണ് കാണിക്കുന്നത്. അങ്ങനെ എനിക്ക് അവസാനം മാർഷ്യൽ ആർട്സ് പഠിക്കാൻ ഒരു അവസരം ലഭിച്ചു. പക്ഷേ ഗാർഡ് ജാം എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി പുറത്ത് ഒരാളെ നിർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഇയാളുടെ പേരാണ് ഗോചാങ്. നമ്മുടെ ഗാർഡ് ജാമിന്റെ ഡിസിബിൾ ആണ്. എന്തിനാണ് ഗാർഡ് ജാം മാർഷ്യൽ ആർട്സ് പഠിക്കാത്ത ഒരു കുട്ടിക്ക് വേണ്ടി എന്നെ ഗാർഡ് നിർത്തിയിരിക്കുന്നത്? അല്ല, അപ്പൊ നമ്മുടെ പ്ലാനൊക്കെ എന്തായി? അപ്പോഴാണ് ഗാർഡ് ജാം അങ്ങോട്ട് വന്നിട്ട് പ്ലാനിന് മാറ്റങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത്. പിന്നെ അവൻ ഒരിക്കലും ഇവിടുന്ന് ചാടിപ്പോവാതെ നീ നോക്കണം, ഞാൻ പുതിയൊരു പ്ലാനുമായിട്ട് വരാം. അതിനുശേഷം നമ്മൾ അവനെ വലിച്ചു പുറത്തിടും, എന്നിട്ട് വേറെ ആരുടെങ്കിലും ഭാഗം ചേരണം. ഗാർഡ് ജാം, നിങ്ങൾ അവനെ പോയിസൺ കുടിപ്പിച്ചില്ലായിരുന്നോ? അവനെ നമുക്ക് നമ്മുടെ വശത്താക്കി കൂടെ? അവൻ ഒരു കൊലയാളിയാണ്. അതേപോലെ ജംഗ്വൂന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടി അവനെ കൊല്ലുകയും ചെയ്തു. അവനുമായി ഇടപഴകുന്നത് നമുക്ക് ദോഷമേ വരുത്തത്തുള്ളൂ. ആ കുട്ടിക്ക് എന്താ അത്ര വലിയ പ്രത്യേകത? അവൻ മാർഷ്യൽ ആർട്സും അറിയില്ല, അതേമാതിരി പോയിസണും കുടിച്ചിട്ടുണ്ട്. പിന്നെ ചിയോണിയാണ് കാണിക്കുന്നത്. ഗോഡ് ഗാം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അവർക്ക് എന്തിനാണ് ഒരു അപരനെ ആവശ്യമുള്ളതെന്ന്. അവർക്കൊരു അപരനെ കൊണ്ട് വേറെ എന്തോ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഇത് എന്താന്ന് കണ്ടുപിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അങ്ങനെയാണ് അവന്മാരെ ഞാൻ ഇന്ന് പൂട്ടും. പെട്ടെന്നായിരുന്നു ചിയോൺ കഥക് തുറന്ന് പുറത്തേക്ക് വരുന്നത്. അല്ല, നീ എന്തിനാ പുറത്തേക്ക് വന്നത്? ബാത്റൂമിൽ പോണോ? അല്ല, എനിക്ക് കുറച്ച് ശുദ്ധമായി ശ്വസിക്കാനാ. നിനക്ക് ചോര കണ്ടേ തിരിച്ചു കയറിപ്പോ. നമ്മൾ രണ്ടുപേരും സീക്രറ്റ് ഒളിപ്പിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഇതൊക്കെ? പെട്ടെന്നാണ് ഗോചാൻ അവനെ ഭിത്തിയിൽ ചേർത്ത് കഴുത്തിന് പിടിക്കുന്നത്. എടാ നായേ, ആദ്യം നിന്റെ സ്ഥാനം പറഞ്ഞ് പെരുമാറാൻ നോക്ക്. എന്തായാലും ഇവന് ഗാർഡ് ഗാമിനേക്കാൾ വീക്കാണ്. പെട്ടെന്നായിരുന്നു ചിയോൺ അവന്റെ തോളി പിടിച്ച് കാലെ വാരി നിലത്തടിക്കുന്നത്. ശേഷം അവന്റെ പ്രഷർ പോയിന്റ്സും കൂടി അങ്ങ് ലോക്ക് ചെയ്യാണ്. എനിക്ക് എന്റെ ബോഡി അനക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ഈ മൂവ് അത് അവൻ എന്റെ എല്ലാ പ്രഷർ പോയിന്റ്സും സീൽ ചെയ്തിരിക്കുന്നു. ഇതായി അവന് മാർഷ്യൽ ആർട്സ് അറിയാമെന്ന കാര്യം ഒളിപ്പിച്ചു വെച്ചു. അല്ല, നീ അനങ്ങുന്നുണ്ടോ? ഞാൻ ഗാർഡ് ജാം ചെയ്തതുപോലെയാണല്ലോ ചെയ്തത്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവൻ എന്ത് തേങ്ങ ഈ പറയുന്നത്? അവൻ ഒറ്റ പ്രാവശ്യം കണ്ടപ്പോഴത്തേക്ക് അത് കോപ്പി ചെയ്തോ? ഇവൻ ശരിക്കും ഒരു മോൺസ്റ്റർ ആണ്. അല്ല, നീ എന്താ പോയിസണെ കുറിച്ച് മറന്നുപോയോ എന്ന് അവൻ ചോദിക്കുകയാണ്. നീ ആ പോയിസൺ ന്യൂട്രലൈസർ കഴിച്ചില്ലെങ്കിൽ നിനക്ക് വേദനയേറിയ മരണമായിരിക്കും കാത്തിരിക്കുക. എനിക്ക് തോന്നുന്നുണ്ടോ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു? വായടക്കേടാ നായേ. ഞാൻ ആ പോയിസന്റെ കാര്യം മറന്നിരിക്കായിരുന്നു, ഓർമ്മിപ്പിച്ചത് നന്ദി. എന്നിട്ട് ചിയോൺ അവന്റെ വായിലോട്ട് തന്റെ കൈ മുറിച്ച് ബ്ലഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. പോയിസൺ എനിക്ക് എന്റെ ഇന്നർ എനർജി എല്ലാം സർക്കുലേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ പോയിസൺ പുറത്ത് കളഞ്ഞേ പറ്റൂ. എടാ, ഞാൻ ഗ്രാൻഡ് പേയുടെ കൂടെ കുറെ ഹെർബ്സ് പറിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്മെല്ലും ചെയ്തിട്ടുണ്ട്, ടേസ്റ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധിക പോയിസണും എൻ്റെ മേത്ത് വർക്കാവത്തില്ല. അതുകൊണ്ട് തന്നെ നീ എത്ര പരിശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല, എന്നെ കൊല്ലാൻ സാധിക്കത്തില്ല. എനിക്ക് നിന്നോട് കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ട്. ആദ്യം നീ സോഡ് മാനറിനെ കുറിച്ച് പറ. പിന്നെ എനിക്ക് മാത്രമേ നിന്റെ പോയിസണെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവൻ പിന്നെ നമ്മളെ കാണിക്കുന്നത് മോങ് സോഡ് മാനറിന്റെ മെയിൻ ഹാളാണ്. അവിടെ മാനർ മാസ്റ്ററിന്റെ റൂമിൽ മാനർ മാസ്റ്റർ മോങ് ഇടാൻ വയ്യാതെ കിടക്കുകയാണ്. ഈ അസുഖം മാറ്റാൻ ഒരു വഴിയുമില്ല എന്ന് ഫിസിഷ്യൻ പറയാണ്. ഞാൻ എല്ലാ തരത്തിലുള്ള ഹെർബ്സ് പരീക്ഷിച്ചു നോക്കിയിട്ടും എനിക്കിതിനെ മറന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. ദി 4 സൺസ് ഓഫ് ദി മോങ്സോഡ് മാനർ, ഇതുവരെയും ആരും തന്റെ സക്സസർ ആയിട്ട് അയാൾ തിരഞ്ഞെടുത്തിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബ്രദേഴ്സ് തമ്മിൽ അധികാരത്തിന് വേണ്ടി വാക്ക് തർക്കമുണ്ടാവും. ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് വൈഫ് ഫസ്റ്റ് സണ്ണിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കറിയാം അവർ എന്ത് ചെയ്യുമെന്ന്. അപ്പോഴാണ് മാനർ മാസ്റ്ററിന്റെ ആദ്യ ഭാര്യ ലേഡി സിയോക്ക് അങ്ങോട്ട് കടന്നു വരുന്നത്. അല്ല, ഇദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒന്നും തന്നെ ഇതുവരെ പറയാനായിട്ടില്ല മൈലേഡി. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. എനിക്ക് തോന്നുന്നു ഷാമാനിറ്റിക് ആർട്സ് അല്ലാതെ വേറെ വഴിയൊന്നുമില്ലെന്ന്. ഷാമാനിസം വെറും ഒരു കെട്ടുകഥ മാത്രമാണ്, അതൊരിക്കലും സത്യമല്ല. അപ്പോൾ ഞാൻ എന്റെ ഭർത്താവ് മരിക്കുന്നത് വരെ ഒന്നും ചെയ്യേണ്ടെന്നാണ്. ഞാൻ എന്തായാലും എല്ലാ അസുഖവും സുഖപ്പെടുത്താൻ കഴിയുന്ന ഷാമാനെ വിളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ. പിന്നെ ഇനി ഒരു ഈച്ചക്കുഞ്ഞിനെ പോലും ഇങ്ങോട്ടേക്ക് കടത്തിവിടണ്ട. സോ ഇതാണ് ഇപ്പോഴത്തെ മോങ്സോഡ് മാനറിന്റെ കറന്റ് സിറ്റുവേഷൻ. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങളുടെ കിടപ്പ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ ഗാർഡ്? അല്ല, എങ്ങോട്ട്? ഇവിടേക്കായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ എന്തായാലും മാനർ മാസ്റ്ററിനെ കാണാൻ വേണ്ടി പോവുകയാണ്. സോ നമ്മുടെ ജിയോങ്വോണിനും അതുപോലെ തന്നെ ഗാർഡ് ജാമിനും ഒരു പകരക്കാരനെ ആവശ്യമുള്ളതിന് കാരണം ഫസ്റ്റ് സൺ മോങ് ഹിയോവോണിനെ കൊല്ലാൻ വേണ്ടിയാണോ? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഈ പ്ലാനാണ് അവർ സെറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതാണല്ലേ ഫസ്റ്റ് ബോൺ മോൺ ഹിയോഹോ. പിന്നെ ഇത് സെക്കൻഡ് മോങ് ഇന്യോപിങ്. അവരുടെ ഉദ്ദേശം മോങ് ഇന്യോപിങ്ങിനെ ഞാൻ പ്രൊവോക്ക് ചെയ്ത് അവൻ എന്നെ കൊല്ലണം. പിന്നെ ശരിക്കുമുള്ള മോങ് ജിയാൻ വന്ന് അവനെ ബാക്ക് സ്റ്റാബ് ചെയ്യും. വിന്നിംഗ് ബൈ ഡിഫോൾട്ട് പ്ലാൻ എന്നും ഇതിനെ വിശ്വസിപ്പിക്കാം. എന്തായാലും ഒരു അപ്പർ ഹാൻഡ് മോങ് ജിയോമൂണാണ്. അല്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ മാനർ മാസ്റ്ററിന്റെ അടുത്തേക്ക് വന്നത് എന്ന് ഗോചാൻ ചോദിക്കുകയാണ്. കാരണം മാനർ മാസ്റ്ററിന്റെ ജീവിതവും മരണവും എന്റെ ലൈഫായി റിലേറ്റഡ് ആണ്. അല്ല, അപ്പോൾ ഗാർഡ് ഗാം നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്യും? അതിന് നിങ്ങൾ അത് അയാളോട് പറയുന്നില്ലല്ലോ, സീക്രറ്റ് ആക്കി വെച്ചാൽ പോരെ. പിന്നെ നമ്മളെ ലേഡി സിയോക്കിനെയാണ് കാണിക്കുന്നത്. അവരാണ് ഷൈമൻ മായോഷിന് വരുന്നത് നോക്കി നിൽക്കാണ്. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു വലിയ അത്ഭുതമാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യം വിശ്വസിക്കുകയാണ്. ഈ റിച്വൽ ചെയ്യുമ്പോൾ എല്ലാവരും ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ ദുസ്സൗകര്യമാവും. അതുപോലെ നിങ്ങളും ഇവിടുന്ന് പോകണം മാഡം. നീ ഇത് ആരോട് പറയുന്നതെന്ന് നിനക്കറിയാലോ.
ഓഫ് കോഴ്സ് ഐ നോ. മാനർ മാസ്റ്ററിന്റെ സീലും അതുപോലെ തന്നെ സീക്രട്ട് മാനുവലും അല്ലേ നിങ്ങൾക്ക് വേണ്ടത് എന്ന് അവൻ പറയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് 300 സിൽവർ കോയിൻസ് തരാം. ഓ താങ്ക് യു. ഇപ്പോൾ തന്നെ എല്ലാവരും ഇവിടുന്ന് പുറത്തു. യെസ് മാം. പെട്ടെന്നായിരുന്നു അവരത് കാണുന്നത്. അല്ല, അത് മോങ് യൂജീൻ അല്ലേ? ഇതാണ് ഫോർത്ത് സൺ മോങ് യൂജിൻ. ശേഷം അവർ അതും കണ്ട് അവിടുന്ന് പോവാണ്. ഇതേ സമയമാണ് നമ്മുടെ ചിയോണും അതിലൂടെ വരുന്നത്. ഓ, അപ്പൊ ഇതാണല്ലേ ഫോർത്ത് സൺ യോങ് മൂജിൻ എന്ന് ചിയോൺ പറയാണ്. ഓ ഐ സി. ഹേ ഗോ ചാൻ, ഞാൻ മാർഷൽ ആർട്സ് പഠിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഗാർഡ് ഗാമിനെ കൊല്ലാൻ സാധിക്കുമോ? എന്താ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെന്നുണ്ടോ? ഈ ന്യായക്കെങ്ങാനും ഞങ്ങളുടെ പ്ലാൻ മനസ്സിലായി അതോടെ തീർന്നില്ല. പക്ഷേ ഇത് ശേഷം ഒന്നാലോചിച്ച് ബേസിക് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ട്രെയിനിങ് ആണെന്ന് പറയാണ് ഗോച്ചാൻ. ഇന്റേണൽ ട്രെയിനിങ് എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്രീത്തിങ്ങിലാണുള്ളത്. നാച്ചുറൽ എനർജീനെ പ്യൂരിഫൈ ചെയ്യും, അതും ഇന്റേണലി. പിന്നെ അത് ഗ്യാദറും ചെയ്യും ഇന്നർ ക്യൂ എ ആയിട്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇന്നർ ക്യൂ എ അക്യുമുലേറ്റ് ചെയ്താൽ നിങ്ങൾ അധികം സ്ട്രോങ്ങർ ആയി മാറും. പക്ഷേ നീ അത് ഒരു ദിവസത്തിൽ എടുത്താൽ പോലും ഗാമിനെ പോലെ ഫസ്റ്റ് ക്ലാസ് മാർഷൽ ആർട്സിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഇത്ര നിസ്സാര പടിയൊന്നുമില്ല. ഓ, അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലേ? അതെ, ഇത് നിന്റെ ഈ ജന്മത്തിൽ നിനക്ക് ചെയ്യാനേ കഴിയില്ല എന്ന് ഗോച്ചാൻ തന്നെ മനസ്സിൽ പറയാണ്. ഇന്നർ ക്യൂ ഗ്യാദർ ചെയ്യാൻ തന്നെ 4-5 വർഷം എടുക്കും. പെട്ടെന്നാണ് ചിയോൺ തന്റെ കൈ അവനെ നേർക്ക് കൊണ്ടുവന്നത്. നിന്റെ കൺപോള കണ്ടാൽ എനിക്ക് മനസ്സിലാവും, പക്ഷെ നീ ഇപ്പോൾ എൻ്റെ ആളല്ലേ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കാം. പിന്നെ നമ്മളെ കാണിക്കുന്നത് മാനർ മാസ്റ്ററിനെ ട്രീറ്റ് ചെയ്യുന്ന ആ മറ്റേ ഷൈമന്യ. ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഒരു മർഡറസ് ആയിട്ടുള്ള എനർജി വരുന്നുണ്ട്. ഇയാൾ ശരിക്കും ഒരു മാർഷൽ ആർട്സ് തന്നെയാണ്. പക്ഷെ ഇയാൾ സർവൈവ് ചെയ്യാനുള്ള പെർസെൻറ്റേജ് വെറും 50 മാത്രമാണ്. ഇയാൾ ചത്താലും ജീവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ചെയ്യാവുന്ന പണി ചെയ്താൽ മതി. ശേഷം അയാൾ ഒരു ടാലിസ്മാനിൽ മന്ത്രോച്ചാരണങ്ങളൊക്കെ എഴുതിയിട്ട് അത് നേരെ ആ മാനർ മാസ്റ്ററിന്റെ അടുത്തേക്ക് വിടുകയാണ്. ശേഷം അത് അദ്ദേഹത്തിന്റെ ദേഹത്ത് ചെന്ന് പതിച്ചതും ഒരു പ്രകാശം രൂപപ്പെടുകയാണ്. ഓരോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അയാൾ ആ ഈവിൾ റിച്വൽ നടത്തുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹം കണ്ണു തുറക്കുന്നതും ഒരു പ്രഷർ അങ്ങ് പുറപ്പെടുവിക്കുന്നതും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആരോ വരുന്നത് അയാൾ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്നാണ് ആ പ്രഷറിൽ അയാൾ അവിടെ നിന്ന് തെറിച്ചു പോകുന്നത്. പെട്ടെന്നാണ് അങ്ങോട്ട് കഥകും തുറന്ന് നമ്മുടെ ചിയോൺ വരുന്നത്. മാനർ മാസ്റ്റർ, അപ്പൊ ഇതാണല്ലേ മാനർ മാസ്റ്റർ അല്ലെ? ഇവരാരാ? ഹലോ ഫാദർ, ഞാൻ നിങ്ങളെ ഗ്രീറ്റിംഗ്സ് ചെയ്യുന്നു. സോ ഇതും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.